ഹലോ ഗായ്സ്, അപ്പം ഇന്ന് മേമനെ വലിയ മേമനെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേമൻ്റെ വീട്ടിലേക്കല്ല, മേമനൊരു കോട്ടയ്ക്കിലൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് മേമ. അപ്പോൾ മേമനൊന്ന് ഞങ്ങൾ അതുവഴി പോയപ്പോൾ മേമനൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മേമൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയൊക്കെ മേമൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എവിടെയാണ് എന്നുള്ളത് മേമൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എനിക്ക് ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു തലവേദന ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാടം കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അവിടെ എത്താൻ മേമേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മേമനോട് കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടടുത്ത് ഒരു ഞാവൽപ്പഴം കണ്ട്. അങ്ങനെ ഞാവൽപ്പഴം വാങ്ങി ആദ്യമായിട്ടാണ് ഞാവൽപ്പഴം കഴിക്കുന്നത്. അവൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാറുക്കുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചപ്പോൾ നാവ് വയലറ്റ് കളറാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പാറുക്കുട്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ ഇഷ്ടക്കേടില്ലേന്ന്, നല്ല വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലേന്ന് കേട്ടോ അവൾക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഞാവൽപ്പഴം കുറേ കാലമായി ഞാവൽപ്പഴം കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോണത് മിനിയൂട്ടിയിലാണ്. ഞാൻ എന്തായാലും ആ റൂട്ടിന് വന്നല്ലോ, അപ്പോൾ അങ്ങനെ മിനിയൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിനിയൂട്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ മിനിയൂട്ടി കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിട്ട് ഒരു ഗുഹ പോലൊരു അതിനുള്ളിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാറുക്കുട്ടിക്ക് എന്തായാലും ഭയങ്കര അത്ഭുതമുള്ളൂ. ചെറിയൊരു പ്രായത്തിൽ ഞങ്ങൾ പോകുന്നതായിരുന്നു ഇങ്ങോട്ട്. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഇതിക്കല്ല വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ പാറും ആദ്യം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ഇതിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളത്. ഇത് അതിലേറെ വലുതാണ്. അതുകൊണ്ട് എന്താ അറിയില്ല, ഭയങ്കര പേടി ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും ഏട്ടനെ അങ്ങനെ കൈ പിടിച്ച് അങ്ങനെ എനിക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്താ അറിയില്ല, ഭയങ്കര പേടി. ഇതിൻ്റെ മുന്നേ കയറിയതായിരുന്നു, പക്ഷെ അത് ഇത്ര ഒരു വലിപ്പമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടം എന്തോ ഒരു വലിയൊരു അത്ഭുതം പോലെ തോന്നിയിട്ടുള്ളത്. അവൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛനും മക്കളും കുറേ നടന്നുകൊണ്ടിരുന്നു, കുറേ നേരം ആസ്വദിച്ചിട്ടോ. ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിരുന്നു കേട്ടോ. എന്താ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ നടന്നിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റെപ്പൊക്കെ കയറി ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നതാണ്. നല്ല ഭംഗിയിട്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം കൂടി വെള്ളം കല്ലും ആയാൽ മതി. വെള്ളം കണ്ടപ്പോൾ അവൻ്റെ ഒരു ചിരി കണ്ടില്ലേ, അവന് ഒരുപാട് ഇഷ്ടമാണ് വെള്ളം. അതേപോലെ പാറക്കൂട്ടിൽ എനിക്ക് ഫോട്ടോ എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. പിന്നെ ഞങ്ങൾ അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കുട്ടികൾ കളിക്കാൻ പറ്റിയ സംഭവം. മഴ ആയതുകൊണ്ട് പകുതി മുക്കാൽ ഭാഗം അടവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. നല്ല മഴക്കാറും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടോ ആ ഒരു വ്യൂ പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഉള്ളിൽ നല്ല മനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ ഗേറ്റ് ഫുള്ള് അടച്ചിട്ടുണ്ട്. മഴ കാരണം ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പാറക്കുട്ടിക്ക്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പ്രേതാലയം എന്ന് പറയാം. ഇത് ഇതിന് മുന്നത്തെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിനുള്ളിൽ കയറിയതായിരുന്നു. ഇതിനുള്ളിലല്ല, ഇതിന് മുന്നേ വന്നൊരു സംഭവം ഈ മിനിയൂട്ടിൻ്റെ താഴെ ഒരു ഭാഗമുണ്ട്. മിനിയൂട്ടി തന്നെയാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതിനുള്ളിലേക്ക് ഞങ്ങൾ കിടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളത് ഈ ഒരു ചാടുന്ന ഈ ഒരു സംഭവം, പിന്നെ അതേപോലെ ഊഞ്ഞാല, കസേരയിൽ ജസ്റ്റ് കറങ്ങണ സംഭവം. ഈ ഒരു 3 സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അടവായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടനെ ഇതിലൊന്നും കയറണം വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എങ്കിലും ജസ്റ്റ് ഞങ്ങൾ എന്തായാലും പൈസ കൊടുത്ത് കയറിയതല്ലേ വിചാരിച്ചാൽ ആദ്യക്കൂട്ടനെ കയറ്റിയിട്ടുണ്ട്. പാറ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവളെന്താ എന്ത് കിട്ടുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ആദ്യക്കൂട്ടൻ എന്താ പണി വെച്ചാൽ അവിടെയുള്ള കല്ലുകളൊക്കെ പറക്കി അച്ഛന് കൊടുക്കുക കേട്ടോ. അത് അച്ഛൻ വാങ്ങിയതാ. ആദ്യക്കൂട്ടൻ സന്തോഷമായിക്കോട്ടെ വെച്ചിട്ട് അവൻ്റെതായ രീതിക്ക് അച്ഛന് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴക്കാർ പറഞ്ഞാൽ ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിലാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടോ. അങ്ങനെ പാറക്കുട്ടിക്ക് പോരാൻ തോന്നില്ല. അവൾ ഭയങ്കര കളിയിലാണ് പറഞ്ഞാൽ ഭയങ്കര കളിയാണ്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്ന് മഴ പെയ്യൂല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്നിട്ടോ. അങ്ങനെ മഴ ഒന്നും പെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് നേരം പിന്നെ ഞങ്ങളവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ടൻ അതിലേക്ക് ഒന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവന്. ഒരു രക്ഷയില്ല, അവന് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഐസ്ക്രീമിലാട്ടോ. പല വിധത്തിലുള്ള പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാംഗോ, ബ്ലൂബെറി, പപ്പായ, അങ്ങനെ പിന്നെ വേറെ ഏതൊരു ഫ്ലേവർ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വാങ്ങി. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് പോരുന്നത് 8:30 സമയമായിട്ടോ. അപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. എന്നും ചിക്കനല്ലേ കഴിക്കില്ല, അപ്പോൾ ഒന്ന് മീൻ കഴിക്കാമെന്ന് വിചാരിച്ചതോ. നല്ല പെരും മഴ പെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൈസും മീൻ പൊള്ളിച്ചതുമായിട്ട് വാങ്ങിയിട്ടുള്ളത്. കണ്ടപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും തോന്നി, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പകുതി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ പൈസ കൊടുത്തല്ലേ വിചാരിച്ച് അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ തിന്ന് പോന്നു. ഫ്രഷ് മീൻ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക,
തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇന്നും ആദ്യക്കൂട്ടിനാണ് അച്ഛൻ്റെ കൂടെ ഇരിക്കൽ. ഇന്ന് പാറുക്കുട്ടിയായിട്ട് ഇരിക്കുന്നത്. അവളത് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.